ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സജീവ സാന്നിധ്യവും പങ്കാളിത്തവും ഉണ്ടാകും. സജീവ സാന്നിധ്യവും പങ്കാളിത്തവും ഉണ്ടാകും. അതെങ്ങനെയെന്ന കാര്യം ആലോചന നടന്നുകൊണ്ടേയിരിക്കുന്നു, തീരുമാനമായിട്ടില്ല. പിന്നെ ലാസ്റ്റ് എനിക്കറിയാം, വെറുതെ സന്ദീപ് അതിനൊക്കെ ഒരു പരാമർശം ഉണ്ടല്ലോ, ഏതായാലും 140 മണ്ഡലങ്ങളിൽ നിങ്ങൾ മത്സരിക്കുമല്ലോ. 140 മണ്ഡലങ്ങളിലും മത്സരിക്കുവാനുള്ള നെറ്റ്വർക്കും സംവിധാനവുമുള്ള പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിൽ. ഇത് ഞങ്ങൾ 10 വർഷങ്ങൾക്ക് മുമ്പ് തെളിയിച്ചിട്ടുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സന്ദീപ് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും മത്സരിച്ച പാർട്ടിയാണ്. കേവലം ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ട് നോമിനേഷൻ കൊടുത്തിട്ട് ഒരു നോട്ടീസും വിതരണം ചെയ്ത് പോരായിരുന്നില്ല. ഈ 140 മണ്ഡലത്തിലെയും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സഞ്ചരിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഇതേക്കുറിച്ച് എന്താ ബദൽ രാഷ്ട്രീയം ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഇന്നടുത്ത് മത്സരിക്കുക എന്നും തീരുമാനിച്ചിട്ടില്ല. ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സജീവമായ പങ്കാളിത്തം, സാന്നിധ്യം തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടേതുണ്ടാവും. അല്ലേ? അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇവരുടെയൊക്കെ ഇപ്പം നിങ്ങൾ ആദ്യത്തിലേ ചോദിച്ചിട്ടുണ്ട് കേരള ഭരണത്തെക്കുറിച്ച്. അത് നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ വശങ്ങളുണ്ട്. അതിപ്പോൾ ബാക്കി മാധ്യമങ്ങളും സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ പോലും അവർക്ക് ബോധ്യമാകാത്തതുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഘട്ടത്തിൽ അവർക്കും ബോധ്യമായി തുടങ്ങിയിരിക്കുന്നു. അവർ സ്വീകരിച്ച സമീപനം വർഗീയ കാർഡ് കളിക്കൽ ഇത് വലിയ അപകടം ചെയ്തിരിക്കുന്നു എന്ന് ഇപ്പോൾ കൃത്യമായി പറഞ്ഞില്ലെങ്കിലും പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ നമ്മൾ വിമർശിക്കും. അത് ആ സംവിധാനത്തോടുള്ള വിരോധമല്ല, അത് അവരുടെ ചെയ്തികളോടുള്ള വിരോധമാണ്. നേരെ തിരിച്ചും UDFൻ്റെ കാര്യത്തിലും അവരും എല്ലാ തികഞ്ഞവരാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ പ്രതിപക്ഷത്തായതുകൊണ്ട് ഭരണപക്ഷത്തെ വിമർശിക്കുന്നതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ നിലപാടെടുക്കുക.